ബിന്ദുവേ, നിന്നെ മാടത്തിനൊന്ന് കാണണമെന്ന്. എന്നാത്തിനാ നിങ്ങൾ ആദ്യം പോയി എന്റെ കെട്ടിയോനെ കൊന്നാലെ പിടിച്ചോണ്ട് പോവാ. നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ബിന്ദു ഞങ്ങളോടൊന്ന് സഹകരിക്കണം. നീ എണീറ്റ് മാടത്തിന് ഒരു കസേര ഇട്ട് കൊടുക്കും. ഒരു കസേര ഇട്ട് കൊടുക്കാൻ. ഇവിടെ വന്ന മാത്തനസയോടും മണ്ണ് പരിശോധനക്കാരോടും ആർക്കിയോളജി മൊബൈലും കമ്പി കുത്തി വന്ന എല്ലാ പുല്ലന്മാരോടും എനിക്ക് ഓൺലൈൻ ചാനലുകാരും വന്നായിരുന്നേ. അവരോടൊക്കെ പറഞ്ഞേ എനിക്ക് നിങ്ങളോടും പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളെ പാട് നോക്കിപ്പോ. മാഡം ചോദിക്കുന്നതിന് മണിമണിയായിട്ട് ഉത്തരം പറഞ്ഞോണം. சேகரேட்டா, பொண்ணுங்க கிட்ட இப்படி பேசக்கூடாது. ബിന്ദു പറയേ. സത്യം സാറേ, എൻ്റെ പിള്ളേരാണ് സത്യം. അന്ന് അങ്ങേര് അല്പം കൂടുതൽ കുടിച്ചിട്ടാ വന്നത്. കൊണ്ടിട്ട് അതോടെ തീരാനില്ല. നിങ്ങൾ എത്ര മനുഷ്യ അക്കളപ്പിലെ പിള്ളേരെ മണ്ട കയറിയത്. പിള്ളേരെങ്ങാനും വെക്കിട്ട് കയറിയാലോട്ടല്ലോ. നിങ്ങൾ എല്ലാവരും കൂടെ കയറും. എനിക്കൊരുത്തന്നെ സഹായം വേണ്ടെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ തെറിയും പറഞ്ഞ് അത്താഴം പോലും കഴിക്കാതെ അന്ന് ഒറ്റയ്ക്കാ കുളം കുഴിക്കാൻ പോയി. ഞാനും മക്കൾ കയറി കിടക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അതിനെ കാണുന്നത് പുഴയിലാ സാറേ. കേസിന്റെ കാര്യത്തിന് ഞാൻ വിളിപ്പിക്കും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. സേകരേട്ടാ. ബിന്ദു, നീ പേടിച്ചോ? എന്തിന്? അതിനല്ലേ അവരോട് അനുമതേട്ടൻ വന്നത്. എന്നെ സുറ്റിക്കളിയാ? അല്ല സാറേ, ഒരു വിധവയല്ലയോ, ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്. എന്നിട്ട് സമാധാനിപ്പിച്ചോ? അവള് തനിയെ സമാധാനിച്ചോളൂ. സാറ് വണ്ടിയെ കയറി. അല്ല, നിങ്ങൾ പൊക്കോ സാറേ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ്. സേകരേട്ടാ, പേടിച്ച് കേട്ടോ. കുടുംബത്തിലെ സ്ത്രീകളുമായിട്ടാണ് അവന്റെ. ഞാനുണ്ട്. സേകരേട്ടാ, അയാളെങ്ങ വിളിക്ക്. വലിക്കണ്ട, ഞാൻ വന്നോ. അപ്പൊ അരവിന്ദ് പറഞ്ഞു വരുന്നത് ബ്രാഞ്ചിക്ക് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ലെന്നാണ്. സാറെന്നെ ഒരു ചോദ്യം ചെയ്യലാണോ ഉദ്ദേശിക്കുന്നത്? അതെ. എന്താ നീ വാ വിളിക്കില്ലടാ? അല്ല, ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അത്യാവശ്യം ജനപിന്തുണയും ഒരു രാഷ്ട്രീയ പിടിപാടൊക്കെ ഉള്ള ആളാണ്. മാഡം, ഇദ്ദേഹത്തിന് മുകളിലൊക്കെ പിടിയുണ്ടെന്ന്. അതെ അതെ. അതിന് ഞാൻ ഇന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണോ? വേണോടാ റാസ്കൽ? വേണ്ട. വേണ്ട സാർ, വേണ്ട. നീ അഭ്യാസം ഇറക്കിയ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ പുഴയിലെറിയും. ഈ ഡമ്മി ടു ഡമ്മിയാണോ ഈ CBI-കാരൊക്കെ ചെയ്യുന്നത്? നീ മാഡത്തിനെ കളിയാക്കണോ? ഇല്ല സാറേ, പേടിച്ചിട്ടാ സാറേ. പേടി വന്നാൽ ഞാൻ ഇങ്ങനെ മുണ്ടിക്കളയും സാറേ. ബാ, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. തനിക്കറിയാവുന്നൊക്കെ താൻ പറഞ്ഞു. ഈ ചത്തുപോയ പ്രാഞ്ചി എന്ന് പറഞ്ഞവനൊരു കൈതമുള്ള സാറേ. മേപ്പോട്ടേക്കും മേല, കീപ്പോട്ടേക്കും മേല. അടുപ്പിക്കാനും വെറുപ്പിക്കാനും കൊള്ളത്തില്ലെന്നേ. ഈ പുൽപ്പാറ ജോയിയുടെ അതിരിലാണ് ഈ പ്രാഞ്ചി കുളം കുത്തിയിരിക്കുന്നത്. അതും പറഞ്ഞ് ഇവർ തമ്മിൽ 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കേസാണ്. പിന്നെ ഈ സംഭവം ഈ സംഭവം നടക്കുന്ന ദിവസം ഈ ജോസും പ്രാഞ്ചിയും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടായി. തല്ലിക്കൊന്ന് പുഴയിലെറിയുമെന്നും ജോസ് പ്രാഞ്ചിയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഒരാളെ തല്ലിക്കൊല്ലാനും മാത്രമുള്ള ചങ്കൂറ്റമൊന്നും ഈ ജോസിനില്ല. അവൻ ആൾ ഡീസന്റാ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതങ്ങനെ ഉറപ്പിച്ച് சொல்ல முடியாது അരവിന്ദ. പാക്കലാം. ഈ ജോസ് അയാളിപ്പോ എവിടെയുണ്ട്? ജോസ് ഇപ്പോ എനിക്കറിയത്തില്ല മാഡം, എനിക്കറിയത്തില്ല.
ഹലോ മിസ്റ്റർ ജോസ് അല്ലേ? അതെ. ഞാൻ കാഞ്ചാർ CI. ബ്രാഞ്ചി മർഡർ കേസ് അന്വേഷിക്കുന്ന ഞാനാണ്. ജോസിനെ എനക്കൊന്ന് നേരെ കാണണം. നിങ്ങൾ ഇങ്ങോട്ട് വരണോ അതോ? സാറേ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ആ, നാളെ തന്നെ എത്തും. അപ്പോ ബ്രാഞ്ചിയുടെ മരണത്തെക്കുറിച്ച് ജോയ്ക്കൊന്നും തെരിയില്ലയാ? നിജമാ? ആ നാറ് ചാവുമ്പോ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പോഴാണ് ഒരുമാതിരി കോപ്പിലെ ചോദ്യം. തല്ലല്ലേ മാഡം, ഞാൻ സത്യം പറയാം. ബ്രാഞ്ചിക്ക് നന്നങ്കാടിന്ന് കിട്ടിയ നിധിയും അടിച്ചു മാറ്റി അവനെ തട്ടി പുഴയിലിട്ട നീയല്ലേ? ഒയ്യോ, കർത്താവാണ്. ഞാനല്ല, ഞാനന്ന് മൂന്നാറായിരുന്നു. இன்னும் ஒரு வாட்டி போலீஸ் முன்னாடி ஷோ இறங்கியா നിർത്തി, ഇന്നത്തോടെ നിർത്തി. ஏன் பெர்மிஷன் இல்லாம இந்த நாடு விட்டு எங்கேயும் போக கூடாது, புரிஞ்சுதா? പുരിഞ്ചിത് മാഡം. போக போடா. അതെ. ഓ, എന്തായി? എന്ത്? എങ്ങനെയുണ്ട്? എടാ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ, മനസ്സിലായോ? ഞാൻ എന്നാ ചെയ്യാനാ? എടാ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞേക്ക്. അവരെ പിടിച്ച പിടിപിടിയിലെത്താണ് കേട്ടോ CI, അറിയോ? ഞാൻ എന്നാ കോപ്പി ചെയ്യുന്ന പറഞ്ഞത്? സാറൊന്ന് പോ സാറേ. അനുഭവിച്ചറിഞ്ഞോളൂ. ഹലോ, ഇവനോട് കുറച്ച് കുറക്കട്ടാ. ഞാൻ കുറയ്ക്കുന്നുണ്ട്. വയറല്ല, തീറ്റ ഇച്ചിരി കുറക്കാൻ. അത് താനേ കുറഞ്ഞോളൂ. എന്നെ വിളിപ്പിച്ചായിരുന്നോ? സി എങ്ങനെയുണ്ട്? സി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് വലിയ ഏതോ പാർട്ടിയാന്ന്. ഇതൊരു പാവം പിടിച്ച പെണ്ണാന്നേ. ഒരു മെച്യൂരിറ്റി ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോകണ്ടായോ? ജോസേ, കേറി വാ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. നമ്മുടെ ആളാന്ന് പറഞ്ഞാൽ മതി. നീ ചെല്ല്. ശരി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തോ ലോഹം പതിപ്പിച്ച സ്റ്റിക്കോ അതുപോലുള്ള മറ്റെന്തോ കൊണ്ട് പ്രാഞ്ചിയുടെ തലയ്ക്ക് അടിയേറ്റുണ്ടെന്നാണ്. അതിനാ അതൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. പിഴവൊന്നും ഉണ്ടാവരുത്. അടിയേറ്റിട്ടാണ് ഡെത്ത് സംഭവിച്ചതെന്ന് ഷുവറാണോ? ഡീറ്റെയിൽസ് ഞാൻ സാറിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദിന, മൂവ് ഓൺ. സർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. യെസ് ജോസ്. മാഡം, ഡോഗ് ബോഡി കണ്ടെടുത്തെന്ന് ഒരു 50 മീറ്ററോളം ഓടി അത് കൺഫ്യൂഷനായി നിന്നു. അതിന്റെ റിപ്പോർട്ടാണ്. മാത്തം പൊക്കോളൂ. ഞാൻ മിസ്റ്റർ ജോസ് കിட்ட പേസിട്ടു. മാഡം, എനിക്ക് തോന്നുന്നത് പ്രാഞ്ചി പാലത്തെന്നോ മറ്റോ കാല് തെറ്റി. പ്ലീസ് പ്ലീസ്. യെസ് ജോസ്. കുഞ്ചുമോൻ അല്ലേ? അതെ മാഡം. ടെൻഷൻ വേണം. നമുക്ക് ഫ്രണ്ട്ലി ആയി பேசலாம். இந்த கேஸில் எல்லாருக்கும் டவுட் வந்து புல்பார ஜாய் അയാളല്ലേ. അവൻ സുമ്മാ കഴുതേ. ബട്ട് പ്രാഞ്ചിയുടേത് ക്ലീൻ മർഡർ. ജോസിക്ക് എന്താ പറയാനുള്ളത്? കമോൺ, ടെൽ മീ. അത് പിന്നെ പ്രാഞ്ചി ഞാൻ നമ്മൾ ചെറിയ വഴക്കുണ്ടായെന്നുള്ളത് നേരെ. അതല്ലാതെ അന്ന് രാത്രി പ്രാഞ്ചിയും ജോസും വീണ്ടും മീറ്റ് ചെയ്തില്ല ഈ പറഞ്ഞ ഇഷ്യൂവിന് ശേഷം? ഇല്ല മാഡം. ഷോ? വേറൊന്നും എനിക്കറിയത്തില്ല. പ്രാഞ്ചി മരിച്ച വിവരം ഫോൺ ചെയ്ത് തന്നെ അറിയിച്ചത്. യാര്? അത് ക്ലബിൽ നിന്ന് സുമേഷ് ഏട്ടൻ. പ്രാഞ്ചിയുടെ ബോഡി കാണാൻ ജോസ് വന്നില്ലായിരുന്നു അല്ലേ? ഏ? അത് പിന്നെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തേ ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന്. ജോസ് പൊക്കോളൂ. ശരി മാഡം. CI എന്തെല്ലാം ചോദിച്ചടാ? നീ എന്തൊക്കെ പറഞ്ഞടാ? എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓ, ജോസ്. ജോസക്ക് സ്കൂളിൽ എന്നാ സബ്ജക്റ്റ്? ഹിസ്റ്ററി. ഒരു നന്നങ്ങാടുന്നൊരു നിധി കിട്ടിയ അതിന്റെ വാല്യൂ ഒക്കെ ജോസക്ക് തെരിയുംല്ലേ? മാഡം, സുമ്മാ കേട്ടെ. പൊങ്ക. ജോസ്
എന്നായിട്ട് കുഞ്ഞോനെ സി എ എന്നാ ചോദിച്ചു? പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കറിയാവുന്ന ഞാനങ്ങ് പറഞ്ഞു. ഞങ്ങളെയൊക്കെ വിളിപ്പിച്ചു. ടോണിന്ന് കരയായിരുന്നു, അമ്മാതിരി വിരട്ടലായിരുന്നു. എന്നോട് ഇനിയും സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. വീട്ടിലൊക്കെ ആകെ സീനായി. എന്റെ ഇനി ക്ലബിലേക്കൊന്നും പോകണ്ടെന്നാ പറഞ്ഞേക്കുന്ന. പ്രാഞ്ചി ജീവിച്ചിരുന്നപ്പോഴോ സമാധാനം തന്നില്ല, ഇപ്പോഴും അതെ.